Good morning. ഈ വീഡിയോയ്ക്കകത്ത് നമുക്ക് 8-point DFT യൂസിങ് റാഡിക്സ് 2 DIF FFT ആണ് പഠിക്കാനുള്ളത്. 8-point DFT യൂസിങ് റാഡിക്സ് 2 DIF FFT ഇതാണ് നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് പഠിക്കാനുള്ളത്. ലാസ്റ്റ് ക്ലാസ്സിൽ DIF FFT എന്തൊക്കെയാണ് അതിൻ്റെ തിയറി പോർഷൻ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നമുക്കതിൻ്റെ ബട്ടർഫ്ലൈ ഡയഗ്രാം അല്ലെങ്കിൽ സിഗ്നൽ ഫ്ലോ ഗ്രാഫാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. നമ്മളിവിടെ എടുക്കുന്നത് 8-point DFT ആണ്. n=8 ആണ് എടുക്കുന്നത്. അപ്പം n=8നെ നമുക്ക് എങ്ങനെ ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസിയിൽ അതിന് ഡെസിമേഷൻ നടത്താം എന്നുള്ളതാണ് നോക്കുന്നത്. ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസി n=8 എന്ന് തന്നിട്ടുണ്ട്. ഗിവൺ n=8 ആൻഡ് റാഡിക്സ് 2 എന്ന് പറയുന്നുണ്ട്. അപ്പം r=2. ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസിയാണ് നമ്മൾ ചെയ്യുന്നത്. DIT ആണെങ്കിൽ ഡെസിമേഷൻ ഇൻ ടൈം ആണ്. DIF ആണെങ്കിൽ ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസിയാണ്. എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഡൊമെയിനിലാണ് നമ്മൾ ഡെസിമേഷൻ നടത്തുന്നത്. അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. n=8 ആവുന്ന കേസിൽ നമുക്ക് ലെറ്റ് x(n) ബി ആൻ 8-point സീക്വൻസ്. ഒരു 8-point സീക്വൻസ് ഉള്ള ആ സീക്വൻസിനെ നമുക്ക് x(n) എന്ന് വിളിക്കാം. ലെറ്റ് x(n) ബി ആൻ 8-point സീക്വൻസ്. അതിൻ്റെ x(n)ലെ വാല്യൂസിന് അതിനകത്ത് വരുന്ന സാമ്പിൾസ് x(n) സാമ്പിൾസ് എന്ന് പറയുന്നത് x(0), x(1), x(2), x(3), x(4), x(5), x(6) ആൻഡ് x(7). ഇത്രയും സാമ്പിൾസാണ് x(n) എന്ന് പറയുന്ന സീക്വൻസിനകത്ത് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷനിലേക്ക് കയറാം. നമ്മുടെ ഇൻപുട്ട് സീക്വൻസ് കിട്ടിയിരിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷൻ, DIFലെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷൻ. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷനിൽ നമ്മളതിൻ്റെ സീക്വൻസ് നമ്മൾ ഓൾറെഡി ഇക്വേഷൻസ് ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. G1 of n = x(n) plus x(n+n/2). അതിൻ്റെ തിയറി സൈഡിൽ നമ്മളിതിൻ്റെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്ത് വെച്ചു. 4k = 0, 1, 2, 3. ഇതെങ്ങനെ നമുക്കിത് കിട്ടിയത്? G1 of n എന്നുള്ളത്. അപ്പം ലാസ്റ്റ് ക്ലാസ്സിൽ നമുക്കിതിന് ഫ്രീക്വൻസി ഡൊമെയിനിൽ ഡെസിമേഷൻസ് നടത്തുമ്പോൾ x(k) എന്ന് പറയുന്ന നമ്മുടെ ഫ്രീക്വൻസി ഡൊമെയിനിലുള്ള വാല്യൂസിന് നമ്മൾ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യും? G1 of k ആൻഡ് G2 of k ആയിട്ട് ഡിവൈഡ് ചെയ്യും. എഗെയിൻ G1 of k നമുക്ക് എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാം? D11 of k, D12 of k, D21 of k, D21 of k ആൻഡ് D22 of k. ഇങ്ങനെ നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാം. D22 of k. ഓക്കെ, x(k)യുടെ ടൈം ഡൊമെയിനിലെ വാല്യൂസാണ് x(n). G1 of k-യുടെ ടൈം ഡൊമെയിനിലെ വാല്യൂസാണ് G1 of n. G2 of k-യുടെ ടൈം ഡൊമെയിനിലെ വാല്യൂസാണ് G2 of n. D11 of k-യിലെ ടൈം ഡൊമെയിനിലെ വാല്യൂസാണ് D11 of n. ഇവിടെയാണെങ്കിൽ D12 of n, ദെൻ D21 of n, D22 of n. ഇങ്ങനെയാണ് വാല്യൂസ് വരും. അപ്പം ഇതിൽ ഈ G1 of n, G2 of n ഈ വാല്യൂസൊക്കെ നമുക്കിതിൻ്റെ ഇക്വേഷൻസൊക്കെ ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തേ വേണ്ടുള്ളൂ? 8-point ചെയ്യുന്ന സമയത്ത് ഈ ഇക്വേഷനിലേക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പം ഇതിൽ G1 of n, x(n)ൽ നിന്ന് നമ്മൾ ഏത് കണ്ടുപിടിക്കും? ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷനിൽ G1 of n. G1 of n = x(n) plus x(n+n/2) തന്നിട്ടുണ്ട്. നമുക്കിനി n=0 എടുക്കാം. n=0, 0, 1, 2, 3 അത്രയും വാല്യൂസ് അല്ലേ വരുന്നുള്ളൂ. കാരണം 8-point ഈക്വലി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4ഉം 4ഉം ആണ് വരുന്നത്. അപ്പം n=0 ആവുന്ന കേസിൽ G1 of 0 = x(0) plus x(n+n/2). 0 plus 8/2 4. അപ്പോൾ x(4), x(0) plus x(4). Then next one, n=1 ആവുന്ന കേസിൽ G1 of 1 = x(1) plus x(5). And for n =
2, g1 of 2 equal to x of 2 plus x of 6. And for n equal to 3, g1 of 3 equal to x of 3 plus x of 7. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം അടുത്തത്? ഇപ്പോൾ g1 of n ആയി. ഇനി അടുത്ത ഏതാ ചെയ്യേണ്ടത്? g2 of n. ഓക്കെ, g2 of n equal to x of n minus x of n plus n by 2 into wnn. Values for n equal to 0, 1, 2, 3. നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫോർ n equal to 0, g2 of 0 equal to x of 0 minus x of 4 into n എന്താണ്? 8 അല്ലേ? 80. Then for n equal to 1, g2 of 1 equal to x of 1 minus x of 5 into w81. And for n equal to 2, g2 of 2 equal to x of 2 minus x of 6 w82. And for n equal to 3, g2 of 3 equal to x of 3 minus x of 7 w83. എന്നിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻസ് ഒക്കെ കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പോൾ g1 ഓഫ് എന്നും കണ്ടുപിടിച്ചു, g2 ഓഫ് എന്നും കണ്ടുപിടിച്ചു. ഇനി ഇത് യൂസ് ചെയ്ത് നമുക്കതിൻ്റെ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷനാണ് നമുക്ക് വരയ്ക്കാൻ പറ്റുക. അപ്പം ഫസ്റ്റ് സ്റ്റേജ് ഓഫ് നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് വരയ്ക്കാം. അടുത്ത നമുക്ക് സെക്കൻഡ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷനിലേക്ക് കടക്കാം. സെക്കൻഡ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷൻ. സെക്കൻഡ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷൻ. സെക്കൻഡ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷനിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അതിൻ്റെ ഇക്വേഷൻസ് എല്ലാം ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റേജിൽ വരുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? d11 of n, 12 of n, 21 of n, 22 of n. നോക്കാം. d11 of n എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ നമ്മുടെ കയ്യിലുള്ളത് g1 of n plus g1 of n plus n by 4. g1 of n plus n by 4. ഇവിടെ 8/4 എന്ന് പറയുമ്പോൾ എന്താ വാല്യൂ കിട്ടുക? 2. സോ g1 of n plus g1 of n plus 2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിലേതൊക്കെയാണ് വാല്യൂസ് വരുന്നത്? ഫോർ n equal to 0, 1. കാരണം 4 സാമ്പിൾസിനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. 4 സാമ്പിൾസിനെ ഈക്വലി ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായി മാറും? 2 സാമ്പിൾസ് ആയിട്ട് മാറും. ഇനി ഫോർ n equal to 0, d11 of 0 equal to, ഇതിൽ n-ന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് g1 of 0 plus g1 of 2. ആൻഡ് ഫോർ n equal to 1, d11 of 1 equal to g1 of 1 plus g1 of 3 എന്ന് കിട്ടും. ആൻഡ് നമുക്കിനി അടുത്ത് നോക്കാം. ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചത് d11 of n ആണ്. d11 of n എന്നുള്ളതാണ് നമ്മൾ ചെയ്തത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഏതാണ്? d12 of n. d12 of n equal to g1 of n minus g1 of n plus n by 4 എന്ന് പറയുന്നതാണ് നമ്മുടെ wn/2n. ഇത് ജനറൽ ഇക്വേഷൻ. n equal to 8 ആവുന്ന കേസിൽ നമ്മളിവിടെ n equal to 8 പോയിൻറ്റ് സീക്വൻസിലല്ലേ എടുക്കുന്നത്. അപ്പോൾ n equal to 8 ആവുമ്പോൾ d12 of n equal to g1 of n minus g1 of n plus 2 അല്ലേ വരിക. ഇവിടെ 8/4 2 വരും. ഇൻറ്റു w 8/2 4. അപ്പോൾ 4n. ഇതാണ് ഫോർ n equal to 0, 1 നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ഇനി നമുക്കിത് എന്ത് ചെയ്യണം? n equal to 0. n equal to 0യും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 1ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം d12 of 0 equal to g1 of 0 minus g1 of 2. 0 കൊടുക്കുന്ന സമയത്ത് g1 of 0 minus g1 of 2 w40 എന്ന് കിട്ടും. ആൻഡ് ഫോർ n equal to 1, d12 of 1 equal to
g1 of 1 minus g1 of 3 w41 എന്ന് കിട്ടും. അപ്പം ഏതൊക്കെയായി? d11 ഓഫ് എന്നു ആയി, d12 ഓഫ് എന്നു ആയി. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് d21 ഓഫ് n. d21 ഓഫ് n നമ്മുടെ കയ്യിൽ ജനറൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്തതുണ്ട്. g2 ഓഫ് n പ്ലസ് g2 ഓഫ് n പ്ലസ് n ബൈ 4. ഫോർ n ഈക്വൽ ടു 8 ആവുന്ന കേസിൽ g2 ഓഫ് n പ്ലസ് g2 ഓഫ് n പ്ലസ് 2 ആൻഡ് ഫോർ n ഈക്വൽ ടു 0, 1. രണ്ട് സാമ്പിൾസ് അല്ലേ നമുക്ക് വരുന്നുള്ളൂ. n ഈക്വൽ ടു 0, 1. Then for n equal to 0 നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. for n equal to 0 d21 of 0 equal to g2 of 0 plus g2 of 2. for n equal to 1 d21 of 1 equal to g2 of 1 plus g2 of 3. ഇനി അടുത്ത ഏതാ നമുക്ക് ചെയ്യാനുള്ളത്? d22 ഓഫ് n. d22 ഓഫ് എൻ്റെ ജനറൽ ഇക്വേഷനാണ് g2 ഓഫ് n മൈനസ് g2 ഓഫ് n പ്ലസ് n ബൈ 4 ഇൻറ്റു wn ബൈ 2n. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഈക്വൽ ടു g2 ഓഫ് n മൈനസ് g2 ഓഫ് n പ്ലസ് 2 ഇൻറ്റു w4n for n equal to 0, 1. ഇതാണ് d22 ഓഫ് n വരുന്നത്. അപ്പം ഫോർ n equal to 0 നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. d22 ഓഫ് 0 equal to g2 ഓഫ് 0 മൈനസ് g2 ഓഫ് 2 ഇൻറ്റു w40 ആൻഡ് ഫോർ n equal to 1 d22 of 1 equal to g2 of 1 minus g2 of 3 w41. ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കണ്ടുപിടിക്കാനുള്ളത്. സെക്കൻഡ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷൻ. ദെൻ അതിൻ്റെ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് നമുക്ക് ഒരുമിച്ച് വരയ്ക്കാം. ദെൻ നമുക്ക് അടുത്ത് എന്താ ചെയ്യാനുള്ളത്? അപ്പം നമ്മുടെ ജനറലി നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ എന്തൊക്കെ ചെയ്തു? എക്സ് ഓഫ് കെനെ g1 ഓഫ് കെ, g2 ഓഫ് കെ, d11 ഓഫ് കെ ആ രീതിക്ക് ചെയ്തു. ഇനി ഇവിടെ നമുക്ക് ചെയ്യേണ്ട എന്താ? ഇപ്പം നമ്മൾ കാൽക്കുലേഷൻസ് നടത്തി g1 ഓഫ് n, g2 ഓഫ് n, d11 ഓഫ് n, d12 ഓഫ് n, 21 ഓഫ് n, 22 ഓഫ് n. പക്ഷെ ഇത് ഏതാണ് ചെയ്യുന്നത്? ഫ്രീക്വൻസിയിലാണ്. ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസി അല്ലേ. സോ നമുക്കിതിൻ്റെ ഫ്രീക്വൻസി ഡൊമെയിനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ d11 ഓഫ് കെ, d12 ഓഫ് കെ ഇവിടെ എന്ത് ചെയ്യണം? DFT. ഈ സീക്വൻസിന് DFT എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? d11 ഓഫ് കെ, 12 ഓഫ് കെ, 21 ഓഫ് കെ, 22 ഓഫ് കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ സെക്കൻഡ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷൻ കഴിഞ്ഞു. ദെൻ തേർഡ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷൻ്റെ അകത്ത് സബ് ഹെഡിങ് ആയിട്ട് എഴുതാം തേർഡ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷൻ. തേർഡ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷൻ. തേർഡ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷനിൽ DFT ഓഫ് d11 ഓഫ് n ഈക്വൽ ടു d11 ഓഫ് k ഈക്വൽ ടു d11 ഓഫ് k എന്താണ്? സമേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി അല്ല. ഇവിടെ വാല്യൂസ് ഏതൊക്കെയേ ഉള്ളൂ? 0യും 1 മാത്രമല്ലേ ഉള്ളൂ. 0, 1 d11 ഓഫ് n w2nk for k ഈക്വൽ ടു 0, 1. k ഈക്വൽ ടു 0 ആവുന്ന കേസിൽ കെയുടെ വാല്യൂ 0യും 1ഉം. അപ്പോൾ 0യും 1ഉം ആവുന്ന കേസ് നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ d11 ഓഫ് 0 ഈക്വൽ ടു സമേഷൻ n01 d11 ഓഫ് n w2 k 0 ആവുന്ന കേസിൽ w20 ഈക്വൽ ടു ഇതിനെ നമുക്ക് അങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ d11 ഓഫ് 0 w2 റേസ് ടു 0 എന്ന് പറയുമ്പോൾ 1 പ്ലസ് n 1 ആവുന്ന കേസിൽ d11 ഓഫ് 1 w2 റേസ് ടു k0 തന്നെയാണ്. k0 ആവുന്ന കേസിൽ എന്താവും? 1 ആയിരിക്കും. d11 ഓഫ് 0 ഈക്വൽ ടു d11 ഓഫ് 0 പ്ലസ് d11 ഓഫ് 1.
ഫോർ കെ ഈക്വൽ ടു 1 ആവുന്ന കേസ് നമുക്ക് എന്ത് കിട്ടും? d11 ഓഫ് 1 ഈക്വൽ ടു summation n0 to 1 d11 of n w2n equal to, ഇനി ഇതങ്ങ് എക്സ്പാൻഡ് ചെയ്യാം, d11 of 0 w20 പ്ലസ് d11 of 1 w21 ഈക്വൽ ടു എന്തെഴുതാം? d11 of 0 w2 പവർ 1 എന്ന് പറയുന്നത് എന്താണ്? മൈനസ് w20. അപ്പം മൈനസ് d11 of 1 ഇൻറ്റു w20 എന്താണ്? 1 ആണ്. അപ്പം d11 ഓഫ് 1ൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യണം? d12 ഓഫ് കെ കണ്ടുപിടിക്കണം. d12 ഓഫ് കെ എന്ന് പറഞ്ഞാൽ എന്താണ്? dft ഓഫ് d12 ഓഫ് എന്നിന് നമുക്ക് എന്ത് വിളിക്കാം? d12 ഓഫ് കെ എന്ന് വിളിക്കാം. ഈക്വൽ ടു summation n0 to 1 d12 ഓഫ് n w2nk for k equal to 0 1. ഇനി k ഈക്വൽ ടു 0 ആവുന്ന കേസ് നമുക്ക് എന്ത് പറയാം? d12 ഓഫ് 0 ഈക്വൽ ടു summation n0 to 1 കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം d12 ഓഫ് n w20 ഈക്വൽ ടു ഇതങ്ങ് എക്സ്പാൻഡ് ചെയ്യുമ്പം d12 ഓഫ് 0 പ്ലസ് d12 ഓഫ് 1. ദെൻ നമുക്കിനി അടുത്ത ഏത് കാണണം? കെ ഈക്വൽ ടു 1. കെ ഈക്വൽ ടു 1 ആവുന്ന കേസിൽ എന്ത് വരും? d12 ഓഫ് 1 ഈക്വൽ ടു summation n0 to 1 d12 ഓഫ് n w2n ഈക്വൽ ടു d12 ഓഫ് 0 w20 എന്താണ്? 1 പ്ലസ് d12 ഓഫ് 1 w21. w21 നമുക്ക് എന്തെഴുതാം? ഈക്വൽ ടു, ഈ ടേമിന് ഈക്വൽ ടു d12 ഓഫ് 0 മൈനസ് d12 ഓഫ് 1 എന്ന് എഴുതിക്കൂടെ? w2 വരും, അത് ഈക്വൽ ടു 1 തന്നെയാണ്. ദെൻ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? d21 ഓഫ് 0 ഒക്കെ എഴുതിക്കൂടെ? നോക്കിയേ, d11 ഓഫ് 0 എന്ന് പറഞ്ഞാൽ d1 ഓഫ് 0 പ്ലസ് d11 ഓഫ് 1. d12 ഓഫ് 0 നോക്കി, 11 ഓഫ് 0 ദെൻ 12 ഓഫ് 0. 12 ഓഫ് 0 നോക്കിയാൽ d12 ഓഫ് 0 പ്ലസ് d12 ഓഫ് 1 രണ്ടും ഒരുപോലെയല്ലേ വരുന്നത്? ദെൻ d11 ഓഫ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ d11 ഓഫ് 0 മൈനസ് d11 ഓഫ് 1 w2 1 ആണ്. ഇനി നോക്കിയാൽ d12 ഓഫ് 1 ഈക്വൽ ടു d12 ഓഫ് 0 മൈനസ് d12 ഓഫ് 1. ഇവിടെ മൈനസ് d12 ഓഫ് 1. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത d21 ഓഫ് 0 21 ഓഫ് 1 22 ഓഫ് 0 22 ഓഫ് 1 ഒക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് എഴുതിയാൽ മതി? ഇങ്ങനെ സിമിലർലി d21 ഓഫ് 0 ഈക്വൽ ടു d21 ഓഫ് 0 പ്ലസ് d21 ഓഫ് 1 ആൻഡ് d21 ഓഫ് 1 ഈക്വൽ ടു d21 of 0 minus d21 of 1 into w2 raised to 0. A value 1 ആണ്. Then d22 of 0 equal to d22 of 0 plus d22 of 1 and d22 of 1 equal to d22 of 0 minus d22 of 1 into w2 raised to 0. നേരത്തെ ചെയ്ത് തേർഡ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷനിൽ ഹാഫ് പോർഷൻസ് ചെയ്തതുപോലെ അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ സിമിലർലി എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്താൽ മതി? എഴുതിയാൽ മതി. സെയിം തന്നെയല്ലേ വാല്യൂസ് വരുന്നത്? അപ്പോൾ നമുക്ക് സിമിലർലി എന്ന് പറഞ്ഞ് എഴുതാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഏതൊക്കെ ചെയ്തു? ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷനായി, സെക്കൻഡ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷനായി, തേർഡ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷനായി. ഇനി നമുക്കിപ്പോൾ കിട്ടിയ വാല്യൂസ് എല്ലാം ബിറ്റ് റിവേഴ്സ് ഓർഡറിലാണ്. അതെങ്ങനെ ബിറ്റ് റിവേഴ്സ് ഓർഡറിലായി എന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. അപ്പം തേർഡ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷൻ്റെ അകത്ത് ഓക്കെ, ഇപ്പം നമുക്ക് കിട്ടിയ വാല്യൂസ് ഇപ്പം d11 ഓഫ് 0. അപ്പം നമുക്ക് നോക്കാം. d11 ഓഫ് 0 കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ കണ്ടത് ഏതൊക്കെയായിരുന്നു? d11 ഓഫ് 1,
and d12 of 0, then d12 of 1, then d21 of 0, d21 of 1, d22 of 0, d22 of 1. ഇത്രയും വാല്യൂസാണ് നമുക്കിപ്പം തേർഡ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷനിൽ നമ്മൾ കണ്ടുപിടിച്ചത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ d11 of 0 എന്ന് പറഞ്ഞാൽ x of 0 ആണ്. ആൻഡ് d11 of 1 എന്ന് പറഞ്ഞാൽ x of 4 ആണ്. d12 of 0 എന്ന് പറഞ്ഞാൽ x of 2 ആണ്. d12 of 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x of 6 ആണ്. ആൻഡ് d21 of 0 പറഞ്ഞാൽ x of 1, ആൻഡ് d21 of 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x of 5, ആൻഡ് d22 of 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x of 3, ആൻഡ് d22 of 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x of 7. ഇതെങ്ങനെയൊക്കെ നമുക്കിങ്ങനെ കിട്ടിയത്? അപ്പം നമ്മുടെ സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ ഏതൊക്കെ കണ്ടുപിടിച്ചത്? g1 of k ആയിരുന്നു. അപ്പം g1 of k എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വരുന്നത് g1 of 0. ഇത്രയല്ലേ നമ്മൾ അതിൻ്റെ ഹാഫ് പോർഷനിൽ കണ്ടുപിടിക്കുന്നത്. g1 of 0, then g1 of 2, g1 of 1, then g1 of 3, here g2 of 0, g2 of 2, g2 of 1 ആൻഡ് g2 of 3. ഇങ്ങനെയാണ് നമുക്ക് വാല്യൂസ് കിട്ടുന്നത്. ഇനി എങ്ങനെയൊക്കെയാണ് ഈ g1 of 0യും g1 of 1, g1 of 2, g1 of 3 നമുക്ക് കിട്ടുന്നത്? ഇത്രയും വാല്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ x of 2k ഈവൻ സാമ്പിൾസ് അല്ലേ, ഈവൻ സാമ്പിൾസ് ആണ് g1 of k എന്ന് പറഞ്ഞ് വരുന്നത്. ഇതെപ്പോഴൊക്കെയാണ് ഇത് വരുന്നത്? 4k ഈക്വൽ ടു 0, 1, 2, 3. നോക്കിയേ, k ഈക്വൽ ടു 0 കൊടുക്കുന്ന സമയം g1 of 0, 1 ആകുമ്പോൾ g1 of 1, g1 of 1, 2 ആവുന്ന കേസിൽ g1 of 2, 3 ആകുമ്പം g1 of 3. അതേപോലെ നമുക്ക് ഇത്രയും വരുന്ന ഏതൊക്കെയാണ്? ഓഡ് സാമ്പിൾസ് ആണ്. ഓഡ് സാമ്പിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? x of 2k plus 1, x of 2k plus 1 ഈക്വൽ ടു g2 of k. ഇതിൻ്റെ വാല്യൂസ് ഏതൊക്കെയാണ് വരിക? ഇതേപോലെ തന്നെ k ഈക്വൽ ടു 0, 1, 2, 3. നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്തൊക്കെ കിട്ടും? g2 of 0, g2 of 2 ആൻഡ് g2 of 1, g2 of 3. ഇത്രയും സീക്വൻസ് കിട്ടും. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് കിട്ടുന്ന ഡെസിമേഷൻ നടത്തി കഴിഞ്ഞാൽ കിട്ടുന്ന സാമ്പിൾസ് റിവേഴ്സ് ഓർഡറിലായിരിക്കും. ഡെസിമേഷൻ ഇൻ ടൈമിൻ്റെ അകത്ത് നമ്മൾ ബിറ്റ് റിവേഴ്സ് ഓർഡറിലുള്ള സീക്വൻസിനെയാണ് നമ്മൾ ഡെസിമേഷൻ നടത്തുന്നത്. അതിന് ആദ്യം ബിറ്റ് റിവേഴ്സ് ഓർഡറിൽ അറേഞ്ച് ചെയ്യും, എന്നിട്ടാണ് ഡെസിമേഷൻ നടത്തുക. പക്ഷേ ഡെസിമേഷൻ ഫ്രീക്വൻസിക്കകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇൻപുട്ട് സീക്വൻസിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ബിറ്റ് റിവേഴ്സ് ഓർഡറിലായിരിക്കും. ഇനി അതല്ല നമ്മൾ ബിറ്റ് റിവേഴ്സ് ഓർഡറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കിട്ടുന്ന ഔട്ട്പുട്ട് സീക്വൻസ് എന്തായിരിക്കും? നോർമൽ ഓർഡർ ആയിരിക്കും. അപ്പം രണ്ടും ഈക്വലാണ്. രണ്ട് രീതിയിൽ ചെയ്താലും കറക്റ്റാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് വരയ്ക്കണം. അപ്പം സിഗ്നൽ ഫ്ലോ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം അതിൻ്റെ ബേസിക് സ്ട്രക്ചർ, നമ്മുടെ കയ്യിലുള്ള ഇൻപുട്ട് സീക്വൻസ് ഏതൊക്കെയാണ്? x of 0, then x of 1, നോർമൽ ഓർഡറിലാണ് x of 1, x of 2, x of 3, x of 4, then x of 5, x of 6, x of 7 ഇങ്ങനെ വരുന്നത്. ഇനി നമുക്കിതിന് എന്ത് ചെയ്യണം? ഇതിൻ്റെ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് വരയ്ക്കാം. അപ്പം ഇതിൻ്റെ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് വരയ്ക്കാനുള്ള ബേസിക് സ്ട്രക്ചർ ആദ്യം ഒന്ന് വരച്ചിടാം. അപ്പം x of 2, ഓക്കെ. ഇനി നമുക്ക് കിട്ടുന്ന വാല്യൂസ് ഏതൊക്കെയാണ് നമുക്ക് കിട്ടേണ്ടത്? g1 of 0, g1 of 1, g1 of 2, g1 of 3, g2 of 0, g2 of 2, g2 of 3. ഇതൊക്കെയല്ലേ നമുക്ക് കിട്ടേണ്ട വാല്യൂസ്. നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷനിലേക്ക് പോവാം. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷൻ്റെ അകത്ത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷൻ നോക്കിയേ, നമ്മുടെ കയ്യിലുള്ള വാല്യൂസ് ഇതൊക്കെയല്ലേ.
G1 of 0, G1 of 1, G2 of G1 of 2, G1 of 3. സെക്കൻഡ് സ്റ്റേജിൽ വരുന്ന ഏതൊക്കെയാണ്? ഡി ഇൻ ടേംസ് ഓഫ് സ്മോൾ ഡി ആണ് നമുക്ക് കിട്ടേണ്ടത്. ആൻഡ് ഫൈനൽ സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷനകത്ത് ക്യാപിറ്റൽ ഡി മീൻസ് അതേതാണ്? ഫ്രീക്വൻസി ഡൊമെയിനിലേക്ക് എത്തും. ഇനി നമുക്കതിനെ സിഗ്നൽ ഫ്ലോ ഗ്രാഫിലേക്ക് റെപ്രസെൻ്റ് ചെയ്യാം. G1 ഓഫ് 0, ഇവിടുത്തെ വാല്യൂസ് G1 ഓഫ് 0 ആണ്. ദെൻ ഇവിടെ G1 ഓഫ് 1, here G1 of 2, here G1 of 3, ഇവിടെ G2 of 0, then G2 of 1 and G2 of 2, ഇവിടെ G2 of 3. ഇനി നോക്കിയേ, G1 of 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണത്? എക്സ് ഓഫ് 0 പ്ലസ് എക്സ് ഓഫ് 4. സോ നമുക്കിതിനെങ്ങനെ വരയ്ക്കാം? എക്സ് ഓഫ് 0 പ്ലസ് എക്സ് ഓഫ് 4 ഇങ്ങനെയല്ലേ വരാം. ഇവിടെ വാല്യൂ 1 ആണ്, പ്രത്യേകിച്ച് ഒന്നും വരുന്നില്ല. ദെൻ G1 ഓഫ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എക്സ് ഓഫ് 1 പ്ലസ് എക്സ് ഓഫ് 5, എക്സ് ഓഫ് 1 പ്ലസ് എക്സ് ഓഫ് 5. അപ്പോൾ എക്സ് ഓഫ് 5 എന്ത് ചെയ്യണം? ഈ നോട്ടിലേക്ക് കണക്ഷൻ കൊടുക്കണം. എക്സ് ഓഫ് 1 പ്ലസ് എക്സ് ഓഫ് 5. ആൻഡ് G1 ഓഫ് 2 ഈക്വൽ ടു എക്സ് ഓഫ് 2 പ്ലസ് എക്സ് ഓഫ് 6. അപ്പം എക്സ് ഓഫ് 2 പ്ലസ് എക്സ് ഓഫ് 6. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് എക്സ് ഓഫ് 2 പ്ലസ് എക്സ് ഓഫ് 6. And G1 of 3 equal to x of 3 plus x of 7. So x of 3 plus x of 7. നമ്മൾ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻസ് വെച്ചാണ് നമ്മളിത് വരയ്ക്കുന്നത്. ദെൻ G2 of 0ൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? G2 of 0 equal to x of 0 പ്ലസ് എക്സ് ഓഫ് 4 ഇൻറ്റു W80. നമുക്കൊന്ന് നോക്കാം ഇക്വേഷൻസ് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, നോക്കിയേ, G2 of 0 ഈക്വൽ ടു എക്സ് ഓഫ് 0 മൈനസ് എക്സ് ഓഫ് 4 W80. മൈനസ് വരുന്നുണ്ട്, മൈനസ് എക്സ് ഓഫ് 4 W80. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? -1 എന്ന് പറയുന്ന സ്കെയിലിംഗ് ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈയും കൂടെ ചെയ്യണം. അപ്പോൾ എക്സ് ഓഫ് 0 മൈനസ് എക്സ് ഓഫ് 4 W80. ഓക്കെ, അപ്പോൾ G1 ഓഫ് 0 ഈക്വൽ ടു G2 ഓഫ് 0 ഈക്വൽ ടു എക്സ് ഓഫ് 0 മൈനസ് എക്സ് ഓഫ് 4 ഇൻറ്റു W80 അല്ലേ വരുന്നത്. അപ്പം എക്സ് ഓഫ് 0 മൈനസ് എക്സ് ഓഫ് 4 ആണ്. അപ്പം എക്സ് ഓഫ് 0 ഇവിടെ എന്ത് ചെയ്യണം? അപ്പം മൈനസ് എക്സ് ഓഫ് 4 ഇൻറ്റു W80 കൂടെ വരുന്നില്ലേ, അപ്പം W80. സിമിലർലി G2 ഓഫ് 1 എന്താണ്? എക്സ് ഓഫ് 1 മൈനസ് എക്സ് ഓഫ് 5. അപ്പം എക്സ് ഓഫ് 1 മൈനസ് എന്ത് ചെയ്യണം? ഇവിടെ -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക ഇൻറ്റു W81 അല്ലേ. ആൻഡ് G2 ഓഫ് 2 എന്ത് കിട്ടും? എക്സ് ഓഫ് 2 മൈനസ് എക്സ് ഓഫ് 6 മൈനസ്, അപ്പോൾ ഇവിടെ -1. ഇവിടെ എന്താ കിട്ടുക? W82. എക്സ് ഓഫ് 2 മൈനസ് എക്സ് ഓഫ് 6 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് ഇൻറ്റു W82 അല്ലേ. ഇനി G2 ഓഫ് 3 ഈക്വൽ ടു എക്സ് ഓഫ് 3 മൈനസ് എക്സ് ഓഫ് 7 മൈനസ് എക്സ് ഓഫ് 7 ഇൻറ്റു W83 കിട്ടും. ഇനി നമുക്ക് അടുത്ത എന്താ ചെയ്യേണ്ടത്? സെക്കൻഡ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷൻ. സെക്കൻഡ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷനിൽ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് നമുക്ക് ഏതാ വരയ്ക്കേണ്ടത്? D11 ഓഫ് 0, D11 ഓഫ് 1, D12 ഓഫ് 0, D12 ഓഫ് 1, D21 ഓഫ് 0, D21 ഓഫ് 1, D22 ഓഫ് 0, D22 ഓഫ് 1. ഇതിലെ ഇക്വേഷൻസ് എന്തൊക്കെയായിരുന്നു? D11 ഓഫ് 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഇക്വേഷൻ കിട്ടുക? G1 ഓഫ് 0 പ്ലസ് G1 ഓഫ് 2. അപ്പം നമുക്ക് ഇതിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്താൽ പോരെ. അപ്പോൾ ഇതിന് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരയ്ക്കാം? അടുത്ത സ്ട്രക്ചർ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വരേണ്ട വാല്യൂസ് ആണ് D11 ഓഫ് 0, D11 ഓഫ് 1, D12 ഓഫ് 0, D12 ഓഫ് 1, D21 ഓഫ് 0, D21 ഓഫ് 1, D22 ഓഫ് 0, D22 ഓഫ് 1.
നോക്കിയേ d11 of 0 equal to g1 of 0 plus g1 of 2. g1 of 0 plus g1 of 2 അങ്ങനെയല്ലേ വരിക. g1 of 0 plus g1 of 2. And d11 of 1 equal to g1 of 1. d11 of 1 equal to g1 of 1 plus g1 of 3. g1 of 1 plus g1 of 3. g1 of 1 plus g1 of 3. d12 of 0 equal to നമുക്ക് കയ്യിലുള്ള ഇക്വേഷൻ എന്തായിരുന്നു? g1 of 0 minus g1 of 2. അപ്പോൾ g1 of 0 d12 of 0 എന്ന് പറയുമ്പോൾ g1 of 0 മൈനസ് g1 of 2 മൈനസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ -1 ഇൻറ്റു ഏത് ടേമും കൂടെ വരും? അതിൻ്റെ കൂടെ ഫേസ് ഫാക്ടറും കൂടെ വരുന്നില്ലേ? അപ്പം w4 of 0 ഇവിടുത്തെ വാല്യൂ ആണ് w40. ആൻഡ് d12 of 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് എഴുതിക്കൂടെ? d12 of 1 എങ്ങനെ വരും? g1 of 1 മൈനസ് g1 of 3. അപ്പോൾ g1 of 1 മൈനസ് g1 of 3. ഇപ്പോൾ ഇവിടെ -1 ഇൻറ്റു w41. ഇനി d21 of 0 നമുക്കിതിൻ്റെ ഇക്വേഷൻ എന്താ നമ്മുടെ കയ്യിലുള്ളത്? d21 of 0 ഈക്വൽ ടു g2 of 0 പ്ലസ് g2 of 2. അപ്പോൾ d21 of 0 ഈക്വൽ ടു g2 of 0 പ്ലസ് g2 of 2. g2 of 0 plus g2 of 2 and d21 of 1 equal to g2 of 1 plus g2 of 1 d1 on 1 d21 of 1 equal to g2 of 1 plus g2 of 3. അപ്പം ഇവിടെയാണ് നമ്മൾ വരയ്ക്കുക g2 of 1 plus g2 of 3. Then next one d22 of 0 equal to നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ g2 of 0 മൈനസ് g22 of 2. അപ്പം g2 of 0 മൈനസ് g2 of 2 -1 ഇൻറ്റു ഏത് ടേമും കൂടെ വരുന്നുണ്ട്? ഫേസ് ഫാക്ടർ w40. ആൻഡ് d22 of 1 ഈക്വൽ ടു g2 of 1 മൈനസ് g2 of 3. മൈനസ് വരുമ്പം ഇവിടെ -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക ഇൻറ്റു w41. ഇതാണ് സെക്കൻഡ് സ്റ്റേജ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് അല്ലെങ്കിൽ ബട്ടർഫ്ലൈ ഡയഗ്രാം. ഇനി നമുക്ക് അടുത്ത് എന്താ ചെയ്യേണ്ടത്? തേർഡ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷനാണ്. അപ്പോൾ തേർഡ് സ്റ്റേജിന് നമുക്കതിനെ സിഗ്നൽ ഫ്ലോ ഗ്രാഫിലേക്ക് റെപ്രസെൻ്റ് ചെയ്യുമ്പം അതിൻ്റെ ബേസിക് സ്ട്രക്ചർ പ്ലോട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ ബേസിക് സ്ട്രക്ചർ പ്ലോട്ട് ചെയ്യാം. ദെൻ നമുക്കതിൻ്റെ വാല്യൂസ് മാർക്ക് ചെയ്യാം. ഓക്കെ, ബേസിക് സ്ട്രക്ചർ ഓക്കെ ആയി. നമുക്ക് കിട്ടേണ്ട വാല്യൂസ് ഏതൊക്കെയാണ്? d11 ഓഫ് 0, d11 ഓഫ് 1, d12 ഓഫ് 0, d12 ഓഫ് 1, d21 ഓഫ് 0, d ക്യാപിറ്റൽ ടേംസിൽ DFT എടുത്തത്. അത് ആക്ച്വലി എന്തൊക്കെയാണ് ആ വാല്യൂസ്? x ഓഫ് 0, x ഓഫ് 4, ദെൻ x ഓഫ് 2, x ഓഫ് 6 ആൻഡ് x ഓഫ് 1, x ഓഫ് 5, x of 3, x of 7. ഇതല്ലേ ആ വാല്യൂസൊക്കെ. അപ്പം അതിന് വേണ്ടി നമുക്ക് ആദ്യം x of 0 എന്ന് പറയുമ്പോൾ d11 of 0 ആണ്. d11 of 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? d11 of 0 പ്ലസ് d11 of 1. നമുക്കിതിനെങ്ങനെ പ്ലോട്ട് ചെയ്യാം? d11 of 0 പ്ലസ് d11 of 1. അപ്പം d11 of 0 പ്ലസ് d11 of 1 ഇത്രയല്ലേ വരുന്നുള്ളൂ? d11 of 0 പ്ലസ് d11 of 1. ആൻഡ് d11 of 1 ഈക്വൽ ടു എന്ത് വരും? d11 of 0 മൈനസ് d11 of 1 -7. അപ്പം ഇവിടെ ഇങ്ങനെ വരച്ച് മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ അതിൻ്റെ ഫേസ് എന്താ വരുന്നത്? ഇവിടെ എന്ത് കിട്ടും? w20. ഇതേപോലെയല്ലേ ബാക്കിയെല്ലാം വരും. ദെൻ അടുത്ത് നമുക്ക് നോക്കേണ്ട എന്താ? d12 of 0. d12 of 0 ആണ് x of 2. d12 of 0 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? d12 of 0 plus d12 of 1. d12 of 0 plus d12 of 1. Then d12 of 1 equal to d12 of 0 minus d12 of 0 minus d12 of 1 into w20. ഇനി ഇതേപോലെ നമുക്ക് ബാക്കിയെല്ലാം വരച്ചൂടെ? ഇതേപോലെ തന്നെയല്ലേ ബാക്കി എല്ലാ സ്റ്റേജും വരുന്നത്. അപ്പം d21 ഓഫ് 0 ആണ് x ഓഫ് 1 എന്ന് പറയുന്നത്. അപ്പം d21 ഓഫ് 0 നമുക്ക് എന്ത് കിട്ടും? d21 ഓഫ് 0 പ്ലസ് d21 ഓഫ് 1. d21 ഓഫ് 0 പ്ലസ് d21 ഓഫ് 1. ആൻഡ്
d21 of 1 എന്ന് പറയുന്നതാണ് x of 1. അപ്പോൾ d21 of 1 equal to d21 of 0 minus d21 of 1. അപ്പോൾ ഇവിടെ മൈനസ് വരും, ഇവിടെ ഇത് വരും ഫേസ് ഫാക്ടർ w2 raised to 0. ആൻഡ് എക്സ് ഓഫ് 3 എന്ന് പറയുന്നതാണ് d22 of 0. d22 of 0 equal to d22 of 0 plus d22 of 1. And d22 of 1 equal to d22 of 0 minus d22 of 1 into ഏത് ടേമും കൂടെ വരും w2 raised to 0. അപ്പം ഇതാണ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് അല്ലെങ്കിൽ ബട്ടർഫ്ലൈ ഡയഗ്രാം ഓഫ് 8-point റാഡിക്സ് ടു DIF FFT അൽഗോരിതത്തിൻ്റെ വരുന്നത്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസി FFTക്കകത്ത് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് അല്ലെങ്കിൽ ബട്ടർഫ്ലൈ ഡയഗ്രാം വരയ്ക്കാം. അപ്പം ഈ രീതിക്ക് നമുക്ക് 8-point DFT നമുക്ക് FFT മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യാം. ഇത്രയും നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് പഠിക്കാനുള്ളത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ.